വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. മെയിൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ പേപ്പർ എങ്ങനെ ഈസിയായി പഠിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ബ്യൂറോക്രാറ്റ്സിനെ ഒരു ചേഞ്ച് ഏജൻ്റായാണ് വിളിക്കുന്നത്. അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് സൊസൈറ്റിയിൽ വരുന്ന പോസിറ്റീവ് ചേഞ്ചസും അതുപോലെ സിറ്റിസൺസ് ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസും. ഇത് രണ്ടുമായിരുന്നു. എല്ലാ സിറ്റിസൺസിനെയും നല്ലൊരു ജീവിതത്തിനായി നിയമങ്ങൾ അഡ്വൈസ് ചെയ്യുന്നതിനും ഫോർമുലേറ്റ് ചെയ്യുന്നതിനും എക്സിക്യൂട്ട് ചെയ്യുന്നതിനും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. എന്നിരുന്നാലും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എല്ലാ സിറ്റുവേഷൻസിലും, അതായത് ഓരോരുത്തരുടെയും ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ എല്ലാ ലോസ് ആൻഡ് പോളിസീസും നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്സിന് ഉള്ളതാണെങ്കിൽ പോലും എല്ലാ സിറ്റുവേഷൻസിലും അതും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതിനർത്ഥം എല്ലാ ലോസ് ആൻഡ് പോളിസീസിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ഓഫീസേഴ്സും പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ലോസ് ആൻഡ് പോളിസി അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവിടെ ചില സിറ്റുവേഷൻസിലാണെങ്കിൽ മനുഷ്യത്വം നോക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ സിവിൽ സർവീസുകാർ അദ്ദേഹത്തിൻ്റെ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, അതായത് ധാർമ്മികത, സമഗ്രത, അഭിരുചി എന്നിവ പ്രയോഗിക്കേണ്ടതാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എത്തിക്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ സിവിൽ സർവൻസ് പലപ്പോഴും ചെയ്യുന്നില്ല എന്നതാണ്. 2013 മെയിൻസിൽ ഈ ഒരു സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തു. കാരണം എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എന്നിവയിലെ സ്ട്രോങ് എത്തിക്കൽ ലീഡർഷിപ്പും ഗുഡ് ഗവേണൻസും ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്തിനാണ് എത്തിക്സ് ഒരു സബ്ജക്റ്റായി പഠിക്കുന്നത് എന്ന് നോക്കാം. സാധാരണയായി ഓഫീസേഴ്സ് അവരുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ ധാരാളം എത്തിക്കൽ ചലഞ്ചസ് നേരിടുന്നുണ്ട്. കുറച്ച് കോമൺ ആയ എത്തിക്കൽ ഇഷ്യൂസ് നമുക്ക് നോക്കാം. അധികാരത്തിൻ്റെ പവർ എടുത്തുകൊണ്ട് അധികാരം ദുർവിനിയോഗം നടത്താറുണ്ട്. വേറെ ഒരു സാഹചര്യമാണ് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ്, ഇതുപോലെ നിഷ്പക്ഷതയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം. എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഓഫീസേഴ്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന ബിസിനസ് ഗവൺമെൻറ് കോൺട്രാക്റ്റ് കൊടുക്കുന്ന സാഹചര്യം. ഇതെല്ലാം ഒരു കോൺഫ്ലിക്റ്റിന് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഗിഫ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഇത് സാധാരണയായി കാണുന്ന ഒന്നാണ്. കാര്യം സാധിക്കുന്നതിനായി ഗിഫ്റ്റ്, അതുപോലെ പേയ്മെൻറ്റ്സ് ഇവയെല്ലാം കൊടുക്കുന്നത്. അടുത്തതായി വരുന്നതാണ് അധികാരം ദുർവിനിയോഗം ചെയ്യുന്നത്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ അടുത്ത് നടന്നത്. ഒഡീഷ കേഡറിലെ ഒരു IFS ഓഫീസർ നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിക്കുന്നതും ലക്ഷറീസ് ലൈഫിനായും ട്രാവൽ, ഹോളിഡേ ട്രിപ്സ് എല്ലാം നടത്തി പണം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതുപോലെ വേറെയൊരു ആക്ടിവിറ്റിയാണ് പണം സമ്പാദിക്കുന്നതിനായി വേറെ ജോലികൾ പാർട്ട് ടൈമായി ചെയ്യുന്നത്. അതിനാൽ എത്തിക്കൽ ചലഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും എത്തിക്കൽ ഗവേണൻസ് നൽകുന്നതിനുള്ള മൂല്യത്തെക്കുറിച്ച് അറിയുന്നതും വളരെ അത്യാവശ്യമാണ്. UPSC മെയിൻ സിലബസിൽ എത്തിക്സ് ഒരു സബ്ജക്റ്റ് ആക്കിയതിനാൽ കാൻഡിഡേറ്റ്സിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതും അതുപോലെ ആൻസർ എങ്ങനെ ചെയ്യണം എന്നതിനുമെല്ലാം. GS പേപ്പർ 4ൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. GS പേപ്പർ 4 ആയ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ടൈം 3 hours ആണ്. മാക്സിമം 200 മാർക്കാണ്. UPSC IAS 2019 എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് പേപ്പറിൻ്റെ സ്ട്രക്ചറിൽ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. Section A contains 6 questions. 5 questions contain 2 10 marks. 1 question contains 3 10 marks questions based on theory. Then Section B contains 6 questions. Each question carries 20 mark questions based on case study. അതിനാൽ UPSC 2021 സിലബസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എങ്ങനെയാണ്, ആ ഒരു പേപ്പർ എങ്ങനെ ഫുള്ളായി കവർ ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് സിലബസ് നന്നായി വായിക്കുക എന്നതാണ്. ഓരോ ടോപ്പിക്കും അതിൻ്റെ സബ് ടോപ്പിക്കും മനസ്സിലാക്കുക. സെക്ഷൻ A പ്രകാരം 6 ഷോർട്ട് ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ സബ് ടോപ്പിക് കീവേഡ്സ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഡെഫിനിഷൻ, അതേപോലെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം പഠിച്ചിരിക്കണം. ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും 100 to 150 വേർഡ്സ് കവർ ചെയ്യുന്ന ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. നോട്ട്സിൽ ഉൾപ്പെടുത്തേണ്ടവയാണ് definition of objectivity, examples of objectivity in personal or everyday life experience, examples of objectivity in public life, importance of objectivity in civil services, ways to develop objectivity. തിയറി പാർട്ട്, കേസ് സ്റ്റഡി എന്നിവയ്ക്കുള്ള ആൻസർ സ്ട്രക്ചർ മനസ്സിലാക്കി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് സോൾവ് ചെയ്യുക. എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നതിൻ്റെ ബെസ്റ്റ് ഐഡിയ കിട്ടുന്നതിന് ഇത് സഹായിക്കും. മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ ആൻസർ ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ്. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്തിട്ട് ഏതെങ്കിലും എക്സ്പേർട്സിൻ്റെ കയ്യിൽ കൊടുത്ത് ചെക്ക് ചെയ്യിക്കേണ്ടതാണ്. ഇനി എത്തിക്സ് പഠിക്കുന്നതിന് ആവശ്യമായ റെഫറൻസ് ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റെഫർ NCERT Psychology books class 11 and 12 for attitude, emotional and intelligent topic, Ethics Integrity Aptitude by G. Subrao or Ethics Integrity Aptitude by M. Karthikeyan. Second ARC 4th report on ethics in governance, 12th report on citizen-centric administration. Make a list of proverb quotes of famous personalities. Read famous personalities biographies. The story of my experiments with truth by Gandhiji. നെക്സ്റ്റായി ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നോക്കാം. റൈറ്റിംഗ് ആൻസേഴ്സ് ഈസ് എ സ്കിൽ. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. കറക്റ്റ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. UPSC മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ആൻസർ റൈറ്റിങ്ങിൽ ഒരു ക്ലിയർ ആയതും അതേപോലെ ആകർഷവും കൃത്യവുമായ പ്രയോഗമുള്ള ആൻസേഴ്സ് ആയിരിക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ എത്തിക്സ് ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്ന കീവേഡ്സ് ഡിഫൈൻ ചെയ്യുക എന്നതാണ്. ക്വസ്റ്റ്യൻസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് ബോഡിയാണ്. ഇത് കാൻഡിഡേറ്റ്സിന് കൺഫ്യൂഷൻ വരുന്ന പാർട്ടാണ്. എങ്ങനെ ക്രമീകരിക്കാമെന്നും എഴുതാമെന്നുമുള്ള ഡൗട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. ആൻസേഴ്സ് എഴുതുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ഒരു ഡൗട്ടാണ് പാരഗ്രാഫായിട്ട് വേണോ പോയിന്റ് വൈസ് ആയിട്ട് വേണോ എന്നുള്ള കാര്യം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനം ഫോർമാറ്റ് അല്ല എന്നതാണ്, മറിച്ച് വരികൾക്കിടയിലുള്ള ലോജിക്കൽ ഫ്ലോ ആണ്, അതായത് കോഹറൻസ് ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ആൻസേഴ്സിൻ്റെ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് തിയറി ഓർ തിങ്കേഴ്സ് ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ട് തിങ്കേഴ്സിനെയോ തിയറിയോ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ആൻസേഴ്സിൽ ഒരു എത്തിക്കൽ തിയറി ഇൻക്ലൂഡ് ചെയ്യിക്കാനായി ശ്രമിക്കുക. നെക്സ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയഗ്രാംസ് ഉൾപ്പെടുത്താനായി ശ്രമിക്കുക. ലെങ്തി മാറ്റേഴ്സ് സിമ്പിളായി എക്സ്പ്രസ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നോക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. ഓരോ പോയിന്റ്സ് എഴുതുമ്പോഴും അതുമായി സപ്പോർട്ട് ആവുന്ന ഒരു ക്ലിയർ എക്സാമ്പിൾ കൊടുക്കുന്നതിനായി ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴേ ആൻസേഴ്സിൽ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതിനാൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് എക്സാമ്പിൾസ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും എക്സാമ്പിൾസ് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് സൊല്യൂഷൻസ് ആണ്. ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് എന്ന നിലയിൽ നിങ്ങളുടെ വ്യൂ പോയിന്റിൽ തന്നെ എത്തിക്കൽ ഇഷ്യൂസിന് ബെസ്റ്റ് സൊല്യൂഷൻ എഴുതാനായി ശ്രമിക്കുക. എന്താണ് എത്തിക്കൽ ഇഷ്യൂ അത് സോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ലാസ്റ്റ് കൺക്ലൂഷൻ ആണ്. കുറച്ച് ലൈൻസ് ആണ് കൺക്ലൂഷനിൽ കൊടുക്കേണ്ടത്. 30 വേർഡ്സിൽ കൂടാതെ കൺക്ലൂഷൻ കൊടുക്കുന്നതിനായി ശ്രമിക്കുക. നെക്സ്റ്റ് കേസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻസിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ ബിയിലാണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. എത്തിക്സ് പേപ്പറിലെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ഓഫീസർ ആണെന്ന് ഇമാജിൻ ചെയ്ത് എങ്ങനെ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും എന്നതാണ് എഴുതേണ്ടത്. അതിനായി ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു ആർ എ DM ഓർ ആൻ SDM ഓഫ് എ ഡിസ്ട്രിക്റ്റ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റായിട്ട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1 പ്രകാരം കേസ് സ്റ്റഡി ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസിലെ എത്തിക്കൽ ഇഷ്യൂ കണ്ടുപിടിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ കണ്ടുപിടിച്ച എത്തിക്കൽ ഇഷ്യൂ എന്തൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. എക്സാമ്പിൾ ലാക്ക് ഓഫ് എമ്പതി, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി എക്സെട്ര. അങ്ങനെ ഏത് എത്തിക്കൽ ഇഷ്യൂ ആണ് ആ ഒരു ക്വസ്റ്റ്യനിൽ വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനുശേഷം കണ്ടെത്തിയ ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ചോയ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പ്രോബ്ലം പരിഹരിക്കാൻ പല ചോയ്സുകൾ ഉണ്ടാവും. ആ ചോയ്സിൽ ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. എന്തിനും പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവുമായിട്ടുള്ള വശങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്തുകൊണ്ട് വേണം ഏതാണ് ചോയ്സ് എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തതായി ബെസ്റ്റ് സൊല്യൂഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മാക്സിമം ഹാപ്പി ആയതും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കറക്റ്റ് സൊല്യൂഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് എത്തിക്സ് എന്ന പേപ്പറിനെ കുറിച്ച് വളരെ ഷോർട്ടായി പറയാനുള്ളത്. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. So friends, I hope you enjoy this video. Please like the video and subscribe my channel. Don't forget to click bell icon. All the best. Thanks for watching.